നമസ്കാരം. ഞാൻ ഡോക്ടർ പാർവതി, സീനിയർ കൺസൾട്ടന്റ്, ദേവി ഹോസ്പിറ്റൽ, തൃപ്പൂണിത്തുറ. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് പ്രസവ തീയതി എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളതാണ്. വർഷങ്ങളായി നമ്മൾ ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മാസമുറയുടെ ആദ്യത്തെ ദിവസം, അതായത് ഫസ്റ്റ് ഡേ ഓഫ് ദ ലാസ്റ്റ് മെൻസ്ട്രൽ പീരിയഡ്, ദാറ്റ് ഇസ് നോൺ ആസ് LMP-യുടെ കൂടെ 9 മാസവും 7 ദിവസവും കൂടി ആഡ് ചെയ്യും. അപ്പോഴാണ് നമുക്ക് EDD അല്ലെങ്കിൽ ഡെലിവറി ഡേറ്റ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ ക്ലിനിക്കലി കാൽക്കുലേറ്റ് ചെയ്യുന്ന EDD. പക്ഷേ നമുക്കറിയാം, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മിക്കവരുടെയും പീരീഡ്സ് റെഗുലർ അല്ല, PCOD അല്ലെ മറ്റു പല കാരണങ്ങളും കൊണ്ട്. അപ്പോൾ നമുക്ക് ക്ലിനിക്കൽ EDD വെച്ച് പ്രൊസീഡ് ചെയ്താൽ മിക്കവാറും ഒരു ഡേറ്റ് തെറ്റായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെയത് ശരിയാണോ ഇല്ലയെന്ന് ഉറപ്പുവരുത്തുന്നത്? നമ്മൾ എപ്പോഴും ഒരു അൾട്രാസൗണ്ട് സ്കാൻ എടുക്കും ആദ്യ മാസങ്ങളിൽ. അതായത് ഒരു 7 തൊട്ട് 9 ആഴ്ചയ്ക്കുള്ളിൽ നമ്മളൊരു അൾട്രാസൗണ്ട് സ്കാൻ എടുത്ത് ഭ്രൂണത്തിന്റെ വളർച്ച, അതായത് CRL എന്ന് പറയും, അതായത് തലഭാഗം തൊട്ട് താഴ്ഭാഗം വരെയുള്ള ഭ്രൂണം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറുതായിരിക്കും. അപ്പൊ അതിന്റെ ആ ഒരു മെഷർമെന്റ് ആണ് CRL. അത് വെച്ചിട്ട് നമ്മൾക്ക് പ്രസവ തീയതി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആ ഡേറ്റിനെയാണ് നമ്മൾ അൾട്രാസൗണ്ട് EDD എന്ന് പറയുന്നത്. അപ്പം ഈ ക്ലിനിക്കലി കാൽക്കുലേറ്റ് ചെയ്ത ഡെലിവറി ഡേറ്റും അൾട്രാസൗണ്ട് വഴി കാൽക്കുലേറ്റ് ചെയ്ത ഡെലിവറി ഡേറ്റും തമ്മിൽ 5 ദിവസത്തിന് മേൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അൾട്രാസൗണ്ട് വഴിയുള്ള ഡെലിവറി ഡേറ്റ് ആയിരിക്കും നിങ്ങൾ ഡെലിവറി ഡേറ്റ് ആയിട്ട് കണക്കാക്കുന്നത്. താങ്ക് യു.